ഗൈസ് ഞാൻ നിങ്ങൾക്കായിട്ടൊരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു ചാനൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് ഏകദേശം 6 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ആൻഡ് 4,75,000 വ്യൂസാണ് ഈ ഒരു ചാനലിന് ഈ ഒരു വീഡിയോ കിട്ടിയിട്ടുള്ളത്. ആൻഡ് വേറൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ചാനൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജിബ്ലി വീഡിയോ മാത്രം ഇട്ടുകൊണ്ട് ഏകദേശം 1,00,000 സബ്സ്ക്രൈബർ ക്ലോസ് ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ പോപ്പുലർ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ ഏകദേശം 14 ലക്ഷം കഴിഞ്ഞിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ജിബ്ലി വീഡിയോ സ്റ്റൈൽ ഉണ്ടാക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഒരു വർഷം മുമ്പ് ചിന്തിച്ച് നോക്കുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയി കൊടുക്കുന്ന ആ ഒരു ഫോട്ടോ ടു ജിബ്ലി സ്റ്റൈൽ ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ നേരെ വീഡിയോ ജിബ്ലി സ്റ്റൈൽ ആയിരിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അയ്യോ, നീ ആരാ? ഇവിടെ എന്താ ഒളിച്ചിരിക്കുന്നത്? എനിക്ക് എൻ്റെ വീട് നഷ്ടപ്പെട്ടു. വിഷമിക്കണ്ട, നമുക്ക് നിന്റെ വീട് കണ്ടെത്താം. ഇതാണ് എൻ്റെ വീട്. നിന്റെ വീട് കണ്ടെത്തിയല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷം. അടിപൊളിയല്ലേ? ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വെറും നമുക്ക് 5 മിനിറ്റ് മാത്രം മതി. വീഡിയോ ഫുൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ഇഷ്ടപ്പെടും. സോ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ഈ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ആക്കേണ്ട മറക്കണ്ട. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം AI ഒക്കെ വളരെ ട്രെൻഡിങ് ആയി കൊടുക്കുകയാണ്. ഓക്കെ, സോ നിങ്ങൾ AI ചാനലൊക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ടൂൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ നിങ്ങൾ പേടിക്കുന്നത് വേണ്ട, നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ എത്ര വീഡിയോസ് നിങ്ങൾക്ക് ജനറേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ക്രെഡിറ്റ് തീർന്നു പോവോ അത് പോവോ ഇത് പോകും, നിങ്ങൾ പേടിക്കുന്നത് വേണ്ട. ഓക്കെ, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, നമ്മൾ എടുക്കേണ്ടത് ChatGPT ആണ്. കാരണം ഇവിടെ നമുക്ക് ഫസ്റ്റ് വേണ്ടത് പ്രോംപ്റ്റ് ആണ്. പ്രോംപ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇമേജസ് ജനറേറ്റ് ആക്കാറുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, സോ നിങ്ങൾ ChatGPT വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഒരു കഥയാണ്. അതായത് നമ്മൾ എന്ത് ടൈപ്പ് ജിബ്ലി വീഡിയോ ഉണ്ടാക്കാൻ പോകുന്നത്, സോ ആ ഒരു കഥകളൊക്കെ വേണം. നിങ്ങളിൽ ഓൾറെഡി ഒരു കഥ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു കഥ ചോദിക്കാം. ഓക്കെ, സോ ഞാൻ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നിങ്ങളുടെ കാണാൻ പറ്റും I need 10 ജിബ്ലി സ്റ്റോറി പ്രോംപ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് സെൻഡ് ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ChatGPT നമുക്ക് 10 സ്റ്റോറി ഓപ്ഷൻ തരുന്നതായിരിക്കും. സോ അവിടെ ഫസ്റ്റ് കാണാൻ പറ്റും, ആൻഡ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ നിങ്ങൾക്ക് ജനറേറ്റ് ആയി പോകുന്നത് കാണാൻ പറ്റും. സോ 10 ചോദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് നോക്കി കണ്ടൊക്കെ ഏതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം ജിബ്ലി സ്റ്റൈലാണ്. ഇവിടെ കാണാൻ പറ്റും ദ ബോയ് ആൻഡ് ദ റെയിൻ സ്പിരിറ്റ്, ദ ക്യാറ്റ് ഹൂ ഫൗണ്ട് ദ മൂൺ, ലിറ്റിൽ ഫോറസ്റ്റ്, എങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്കിവിടെ എന്താണ് ഇതെടുക്കാം, ദ ഹൗസ് ദാറ്റ് വാക്ക്ഡ് അവേ, അല്ലെങ്കിൽ വേണ്ട നമുക്ക് ലാസ്റ്റ് ഫയർഫ്ലൈ, ഏതാ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എടുക്കാം. ഓക്കെ, ഇതെടുക്കാം, ദ ബട്ടർഫ്ലൈ ഡോർ. ഓക്കെ, ഇതെടുക്കാം. നമുക്ക് ഒഴിക്കാം. സെൻഡ് മീ. ഓക്കെ, സെൻഡ് മീ. ഇവിടെ ഞാൻ ക്രിയേറ്റ് ആക്കുന്നത് നമ്മളൊരു 30 സെക്കൻഡിലെ വീഡിയോ ആണ്. നിങ്ങൾക്കത് കൂട്ടാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ ഏത് ടൂൾ യൂസ്, നിങ്ങളൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാനൊക്കെ യൂസ് ചെയ്യുന്നതിന് സുഖമായിട്ട് വീഡിയോസ് നിങ്ങളൊക്കെ ക്രിയേറ്റ് ആക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ക്രിയേറ്റ് ആക്കാൻ പോകുന്ന ഫ്രീ ടൂൾ യൂസ് കൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എന്താണ് ഒരു 30 സെക്കൻഡിലെ വീഡിയോ ക്രിയേറ്റ് ആക്കാണ്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പ്രോംപ്റ്റ് അടിക്കുകയാണെങ്കിൽ സൂക്ഷിച്ചും കണ്ട് നോക്കിക്കോ. ഗൈസ്, ഞാൻ ഇവിടെ അടിച്ചു കണ്ടോ, ഇതാണ് നമ്മുടെ ആ ഒരു സ്റ്റോറി. ഓക്കെ, അത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സെൻഡ് മീ 30 സെക്കൻഡ് പ്രോംപ്റ്റ് 10 അതായത് എനിക്ക് 1 by 1 ആണ് കൊടുത്തിരിക്കുന്നത്, കാണാൻ പറ്റും 1 by 1 പ്രോംപ്റ്റ്. ഓക്കെ, നീഡ് ആൾസോ മലയാളം ഡയലോഗ്, അതായത് മലയാളം ഡയലോഗ് കൂടെ ആഡ് ചെയ്യാണ്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം, മലയാളം എടുക്കാം. കാരണം ഞാൻ മലയാളം കൊടുത്തത് മലയാളം ചാനൽസ് വളരെ കുറവാണ്. നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്താണ് നല്ല രീതിക്ക് ഗ്രോയിങ് കളർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. സോ അതുകൊണ്ട് സെൻഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ChatGPT നമുക്ക് അതിനനുസരിച്ച് ആ ഒരു സ്റ്റോറി തരുന്നതായിരിക്കും. ഓക്കെ, അതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ സീൻ 1, സീൻ 2, സീൻ 3. ഇവിടെ നമുക്ക് സീന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരക്ടേഴ്സ് ആവശ്യമാണ്. അതായത് ഈ ഒരു സ്റ്റോറിയിൽ ഏതൊക്കെ കഥാപാത്രങ്ങളുണ്ട്, ആ ഒരു കഥാപാത്രങ്ങളിലൊക്കെ ക്യാരക്ടർ ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അവിടെ പ്രോംപ്റ്റ് വേണം. ഇവിടെ ഏകദേശം 3 ക്യാരക്ടറാണ് ആവശ്യമുള്ളത്. 1 അരുൺ, 2 യങ് അരുൺ, 3 ഗ്രാൻഡ് മദർ. ഓക്കെ, സോ ഇവിടെ 3 നമുക്ക് വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇമേജിങ് കാർഡ് ജനറേറ്റ് ആക്കാം. സോ അതിനായിട്ട് തന്നെ നമുക്ക് പ്രോംപ്റ്റ് ആവശ്യമാണ്. ഓക്കെ, സെൻഡ് മീ 3 പ്രോംപ്റ്റ്. ഓക്കെ, 3 പ്രോംപ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇത് തരുന്നതായിരിക്കും. ഓക്കെ, പ്രോംപ്റ്റ് സെൻഡ് ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് അരുണിൻ്റെത്, ഇത് യങ് അരുണിൻ്റെത്, ഇത് നമുക്ക് ഗ്രാൻഡ് മദറിൻ്റെത്. ദെൻ ഇത് കോപ്പി ചെയ്യുക. ദെൻ നമുക്ക് ചാറ്റ് ഓപ്ഷനിൽ പോവാം. അതിനുശേഷം വീണ്ടും ഇവിടെ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഏത് നിങ്ങൾക്കാണെങ്കിൽ നമ്മുടെ ഗൂഗിൾ ആപ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാനിവിടെ സിമ്പിളായിട്ട് ചെയ്യേണ്ടത് ഇതാണ് കൊടുക്കുന്നത്.
ദെൻ ഞാൻ സെൻഡ് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വീഡിയോ ജനറേറ്റ് ആവുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് അടുത്തത് ആരെയാണ് എങ്ങനെയാണ് വേണം, അതിൻ്റെ ഗ്രാൻഡ് മദർ വേണം. സോ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു ഇമേജും കളർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഈ 3 ഇമേജും ക്രിയേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് നമുക്ക് 3 ഇമേജ് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ ഫസ്റ്റ് ഒരു മിസ്റ്റേക്ക് പറ്റി. ഇവിടെ നമുക്ക് കാണാൻ പറ്റും റേഷ്യോ ഫസ്റ്റ് മാറിപ്പോയിട്ടുണ്ട്. നിങ്ങളെ വീഡിയോ ആണോ ഷോർട്സ് ആണ് ജനറേറ്റ് ആക്കുന്നത് ഫസ്റ്റ് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഞാൻ ഫസ്റ്റ് ആ ഒരു റേഷ്യോ ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ ചാറ്റ്ജിപിടിയോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടത് 9:16 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 9:16 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കാണാം ഏകദേശം 3 ഇമേജസ് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് മാച്ച് ആവുള്ളത് ഫസ്റ്റ് ഇമേജ് ആണ്, അതുകൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് 3 വളരെ സിമ്പിളായിട്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ആപ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പെട്ടെന്ന് ജനറേറ്റ് ആക്കാനായിട്ട് ചാറ്റ്ജിപിടിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗൂഗിൾ ആപ്സിൽ 0 ക്രെഡിറ്റ് വെച്ചാൽ നിങ്ങൾക്ക് ഇമേജ് ജനറേറ്റ് ആക്കാൻ പറ്റും, അതൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് 2 പിക്ചർ കിട്ടിയിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് നമ്മുടെ മുത്തശ്ശീലയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് കേരള ബേസ് ആയിട്ടുള്ള അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കാണാൻ പറ്റും. ജിംലി സ്റ്റൈലായാലും കേരള ബേസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ എന്താണ് ആ ഒരു പ്രോംപ്റ്റ് എടുക്കാം. ഓക്കെ, ഇവിടെ പ്രോംപ്റ്റ് കാണാൻ പറ്റും. ദെൻ സ്റ്റോറി പ്രോംപ്റ്റിലേക്ക് പോവാം. ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സ്റ്റോറി പ്രോംപ്റ്റിലേക്ക് പോവാം. ഇവിടെ ഫസ്റ്റ് വരുന്നത് അരുണിൻ്റെ അമ്മൂമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ തോന്നുന്നു. ഓക്കെ, സോ നമുക്ക് ചോദിക്കാം 1 by 1 പ്രോംപ്റ്റ് സെൻഡ് ചെയ്യാൻ പറയാം. എന്നിട്ട് ഫസ്റ്റ് പ്രോംപ്റ്റിൽ ആരൊക്കെ വേണമെന്ന് ചോദിക്കാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ ചോദിക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠിക്കണം അതൊന്നുമില്ല. നിങ്ങളുടെ ഭാഷയിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. സോ ഇവിടെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് പ്രോംപ്റ്റിൽ ആരൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രോംപ്റ്റിൽ അരുൺ മാത്രം മതി, നമ്മുടെ വലിയരുൺ മാത്രം മതി. ഓക്കെ, അപ്പം മുത്തശ്ശിയെ കാണിക്കുന്നില്ല, അപ്പം നമുക്ക് മുത്തശ്ശി ആഡ് ചെയ്യേണ്ട. ഫസ്റ്റ് പ്രോംപ്റ്റിൽ അരുൺ മാത്രം കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരെ ക്രോം എടുക്കുക. ദെൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂളിലേക്ക് പോവുക. ക്രോം എടുക്കണോ വേണ്ട, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ആപ്സ് ആണ്. നിങ്ങൾ ഏതെങ്കിലും പെയ്ഡ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ അത്രയും നല്ലത്. കാരണം നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവശ്യം പേടിക്കുന്ന വേണ്ട. പക്ഷേ നിങ്ങൾ ഗൂഗിൾ ആപ്സ് ഒക്കെ ആണെങ്കിൽ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജനറേറ്റ് ആക്കാം. ഷോർട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് YT ക്രിയേറ്റ് പോയിട്ട് ജനറേറ്റ് ആക്കാം, അല്ലെങ്കിൽ ഇതിൽ ജനറേറ്റ് ആക്കാം. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ വീഡിയോ ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ക്രോം എടുത്തതിന് ശേഷം ഗൂഗിൾ ആപ്സിൽ കയറാം. സോ ഗൈസ്, നിങ്ങൾ ഗൂഗിൾ ആപ്സ് സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൂഗിൾ ആപ്സ്. ഓക്കെ, ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് വെബ്സൈറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കയറുമ്പോഴത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ മ്യൂസിക് എന്തായാലും കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ആയിട്ടുള്ള ഓപ്ഷൻ വരില്ലായിരിക്കും. സോ ഇവിടെ കാണാൻ പറ്റും ഗൂഗിൾ ഫ്ലോ മ്യൂസിക് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആരോ കാണാം, ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് ആരോ കാണാം. ജസ്റ്റ് നിങ്ങൾ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് കാണാൻ പറ്റും അടുത്ത സെക്ഷൻ. വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത സെക്ഷൻ കാണാൻ പറ്റും. വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത സെക്ഷൻ വീണ്ടും വന്നിട്ടുണ്ട്. ഒന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഗൂഗിൾ ഫ്ലോ വരുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഗൂഗിൾ ഫ്ലോ. നമുക്ക് ഇവിടെ ആയിരിക്കും വീഡിയോസ് ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നത്. ദെൻ റൈറ്റ് നൗ ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോകുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് കളഞ്ഞ് സൈൻ അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഗൂഗിൾ അക്കൗണ്ട് നമുക്ക് 50 ക്രെഡിറ്റ് ആണ് തോന്നുന്നു കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് കളർ സെലക്ട് ചെയ്യുകയാണ്. ദെൻ ഞാൻ സൈൻ അപ്പ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നതിലേക്ക് ഡെയിലി ക്രെഡിറ്റ് റീസെറ്റ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് പുതിയ അക്കൗണ്ടുകളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇങ്ങനത്തെ ഓപ്ഷനായിട്ട് നമുക്ക് വരുന്നത് ഇവിടെ കാണാൻ പറ്റും ന്യൂ പ്രൊജക്റ്റ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. കാരണം പിക്ചർ ആഡ് ആക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഏറ്റവും താഴെ ഓക്കെ വീഡിയോ ആണോ എന്ന് കിടക്കുന്നത് നിങ്ങൾ നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇമേജ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇവിടെ കാണാം ഇമേജ് വീഡിയോ. ഇമേജിലാണ് ഇങ്ങനെ കിടക്കുന്നതെങ്കിൽ നേരെ വീഡിയോയിട്ട് കൺവേർട്ട് ആക്കാം. ഓക്കെ, ഇമേജ് ആണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഇമേജ് ജനറേറ്റ് ആക്കാൻ പറ്റും. സോ വീഡിയോ ആണെങ്കിൽ നമുക്ക് പെർ വീഡിയോയ്ക്ക് ഏകദേശം 15 ക്രെഡിറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് സാധനം. ഇനി നമ്മൾ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ പറ്റും ഇവിടെയാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്. ദെൻ പ്ലസ് ആയി കാണാൻ പറ്റും ഇവിടെയാണ് നമുക്ക് ഇമേജ് ആഡ് ആക്കാൻ പറ്റുന്നത്. സോ ഫസ്റ്റത്തേൽ നമുക്ക് നമ്മുടെ വലിയ അരുൺ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പ്ലസ് ഐക്കൺ കൊടുത്തതിന് ശേഷം നമ്മുടെ ഇവിടെ കാണാൻ പറ്റും ഏറ്റവും താഴെ ഓക്കെ ഇവിടെ അപ്ലോഡ് മീഡിയ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും. സോ അതിനുശേഷം നമുക്ക് വലിയ അരുണുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അരുൺ ഡൺ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആവുന്നതായിരിക്കും. സോ ഫോട്ടോ ഇവിടെ നമുക്ക് കാണാം 34% ആയിട്ടുണ്ട്. 100% ആകുമ്പോഴത്തേക്ക് ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് വീഡിയോ ക്രിയേറ്റ് ആക്കാൻ പറ്റും. ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ പ്രോംപ്റ്റ് ആണ്. പ്രോംപ്റ്റിനായിട്ട് നമുക്ക് ChatGPT എടുക്കാം. ChatGPT എടുത്തതിന് ശേഷം ആ ഒരു പ്രോംപ്റ്റ് ഉണ്ട്. ആ ഒരു പ്രോംപ്റ്റ് നമുക്ക് നേരെ കോപ്പി ചെയ്യാം. ഓക്കെ, ആ ഒരു ഫസ്റ്റ് സീൻ്റെ പ്രോംപ്റ്റ് നമുക്ക് നേരെ കോപ്പി ചെയ്യാം. ഒന്ന് കോപ്പി ചെയ്യാണ്. വീണ്ടും നമ്മൾ നമ്മുടെ ഫ്ലോ എടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും വാട്ട് ഡു യു വാണ്ട് ടു ക്രിയേറ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രോംപ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്നുകൂടെ പ്ലസ് ആയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ പറ്റും ആഡ് ടു പ്രോംപ്റ്റ് ഓപ്ഷൻ. നമ്മുടെ അരുണിൻ്റെ പിക്ചർ ആഡ് ടു പ്രോംപ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അരുൺ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഇനി നമുക്ക് സെൻഡ് ഓപ്ഷൻ കൊടുക്കാം. പിന്നെ ഇത് കാണാൻ പറ്റും നമുക്ക് പെർ വീഡിയോയ്ക്ക് ക്രെഡിറ്റ് വാങ്ങുന്നത് 15 ക്രെഡിറ്റ് ആണ്. നമുക്ക് ഇപ്പോൾ അക്കൗണ്ടിലുള്ളത് 50 ക്രെഡിറ്റ് ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് 3 വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ദെൻ സെൻഡ് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ശതമാനം ഓടുന്നത് കാണാൻ പറ്റും. ആ ശതമാനം 100% ആകുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓരോ വീഡിയോസ് ഇങ്ങനെ ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണിച്ചില്ല, ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചില്ല. ഇവിടെ കാണാൻ പറ്റും 8% ആയിട്ടുണ്ട്, 9 അങ്ങനെ കൂടിക്കൊണ്ട് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഏകദേശം ഒരു നല്ല നെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 50-60 നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ 100 വീഡിയോ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നമ്മുടെ അരുണൊക്കെ കറക്റ്റ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറെ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഓക്കെ, ഒന്ന് ക്ലിക്ക് ചെയ്യാണ്, അതിനുശേഷം വീഡിയോ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇപ്പോൾ അവിടെ കാണാം. അമ്മൂമ്മ പറഞ്ഞ ആ വാതിൽ ഇത് തന്നെയാണോ? ഇതിന് പിന്നിൽ എന്തായിരിക്കും? സെറ്റല്ലേ? സോ ഇതാണ് സാധനം. ആരും മൗത്ത് പണക്കി നിങ്ങൾ നോക്കാം. ഓക്കെ, ലിപ്സ് പണക്കി നിങ്ങൾ നോക്കാം. അടിപൊളി സാധനമാണ്. ഇനി നമുക്ക് അടുത്ത പ്രോംപ്റ്റ് എടുക്കാം. അതായത് വീണ്ടും നമ്മൾ ChatGPT എടുക്കുക. ദെൻ നമുക്ക് സെക്കൻഡ് പ്രോംപ്റ്റ് ചോദിക്കാം. അതിനുശേഷം നമുക്ക് സെക്കൻഡ് പ്രോംപ്റ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, സെക്കൻഡ് പ്രോംപ്റ്റ് ക്യാരക്ടേഴ്സ് എന്ന് അടിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ChatGPT നമുക്ക് പറഞ്ഞിരുന്നതായിരിക്കും ആരൊക്കെയാണ് ഇതിലുള്ളതെന്ന്. സെക്കൻഡ് പ്രോംപ്റ്റിൽ അരുണും, അതായത് നമ്മുടെ കൊച്ചരുണും വലിയരുണും ഉള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് വീഡിയോ ക്രിയേറ്റ് ആയിട്ടുണ്ട് വലിയരുണിൻ്റെത്. ഇവിടെ നമുക്ക് വലിയരുണ് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് കൊച്ചരുണിനോട് നാടായി കൊടുക്കും. ഓക്കെ, അതായത് നമുക്ക് അപ്ലോഡ് മീറ്റുണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ കൊച്ചരുണുണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ ഡൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് പഴയതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ കൊച്ചരുണ് ദാ ഇവിടെ കണ്ട ആടാവുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് വീഡിയോ പ്രോംപ്റ്റിങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു നാക്ക് കിട്ടിയാൽ മതി. ആ നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിടിച്ച് കയറുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ആ വീഡിയോയുടെ പ്രോംപ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. വളരെ സിമ്പിളായിട്ട് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ആദ്യം വേണ്ടത് നമ്മുടെ വല്യരുണും പിന്നെ വേണ്ടത് കൊച്ചരുണുമാണ്. ഓക്കെ, അപ്പോൾ കൊച്ചരുൺ അപ്ലോഡായി കാണും. ഗൈസ്, കൊച്ചരുൺ ഇവിടെ ആഡായിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് കൊച്ചരുണിനെയും വലിയരുണിനെയും നേരത്തെ ഇവിടെ ആഡിറ്റ് പ്രോംപ്റ്റ് അല്ലോ, അതുപോലെ നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് സെക്കൻഡ് പ്രോംപ്റ്റ് ഉണ്ട്, അതൊന്നും ഇവിടെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് പ്ലസ് സൈക്കിളിൽ പോയതിനു ശേഷം ആദ്യം നമുക്ക് വലിയരുണിനെ പിടിക്കാം. അതിനുശേഷം ആഡിറ്റ് പ്രോംപ്റ്റ് ഉണ്ട്. എന്നിട്ട് നമുക്ക് കൊച്ചരുണിനെ പിടിച്ചിനകത്ത് ആഡാക്കാം. രണ്ട് ഫോട്ടോ ആഡാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആരോ മാർക്കുണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇത് പഴയതുപോലെ തന്നെ താണ്ട് ഇവിടെ കണ്ട ആ ഒരു പെർസെൻറ്റേജ് വരുന്നതായിരിക്കും. ആ ഒരു പെർസെൻറ്റേജ് കൂടുമ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത്ര മാത്രമുള്ള സംഭവം. ഇപ്പോൾ നമുക്ക് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിയേറ്റ് ആക്കാനായിട്ട് ലാസ്റ്റ് വീഡിയോ ഉണ്ട്. സെക്കൻഡ് വീഡിയോ ആണ്. ലാസ്റ്റ് വീഡിയോ ആകുമ്പോൾ കഥ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഫസ്റ്റ് വീഡിയോ അടിപൊളി സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ്, സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് കഥ വിട്ടിട്ട് തുടങ്ങിയത്. സോ ഈ ഒരു പുള്ളിക്കാരൻ നമ്മുടെ ഈ അരുണ് അന്നത്തേക്ക് പോകുമ്പോഴത്തേക്ക് അരുണ് കൊച്ചാവുന്നതായിരിക്കും, പണ്ടത്തരവണ കാണാൻ പറ്റുന്നതായിരിക്കും. സോ അതാണ് സാധനം. ഇവിടെ കണ്ട, ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. സെക്കൻഡ് വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. തേർഡ് വീഡിയോ ഇത്രയായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്റെ പഴയ ഓർമ്മയാണോ? നീ എന്നെ മറന്നുപോയോ? കൊള്ളാല്ലേ സംഭവം? അന്നത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു കൊച്ച് അരുണ് പണ്ടത്തരവണാവുന്നതായിരിക്കും. ഇതാണ് സ്റ്റോറി. ഞാനിപ്പോഴാണ് സാധനം അത് കഥ വായിച്ചില്ലായിരുന്നു, ഇപ്പോഴാണ് നോക്കുന്നത്. സോ ഇതാണ് നമ്മുടെ അടുത്ത വീഡിയോ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതായത് ക്യാപ്കട്ട് പോയതിനു ശേഷം വീഡിയോസുകളൊക്കെ ഞാൻ ഇട്ടിട്ട് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറി ബേസ് ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ഇതുകൂടി ക്രിയേറ്റ് ആക്കിയതിനു ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? സിമ്പിളെന്ന് വെച്ചാൽ അമ്മാതിരി സിമ്പിളാണ്. നിങ്ങൾ കണ്ടു നോക്കി ഒരു 5 മിനിറ്റ് മതി ക്രിയേറ്റ് ആക്കാനായിട്ട്. ഓക്കെ, സോ വീഡിയോ ലൈക്ക് എടുത്ത ഫ്രണ്ട്സ് ലൈക്കുകളൊക്കെ ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് സംഭവം ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ പുള്ളിക്കാരൻ അകത്തേക്ക് പോകുന്നുണ്ട്. സോ ഇവിടെ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ഡ്രസ്സ് കണ്ട, ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഭാവിയെ കുറിച്ച് പേടിക്കണ്ട. ഇന്നത്തെ ദിവസം ആസ്വദിക്കുക. ഞാനത് ഒരിക്കലും മറക്കില്ല. സോ ഇവിടെ കാണാൻ പറ്റും ചെറുതായി ഡ്രസ്സ് മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു ഷർട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വലിയൊരു ഷർട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി മാറാതിരിക്കാം. അതൊന്നും ചാൻസ് ഇല്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊരു സ്റ്റോറി ബേസ് ആണ്. അതിനകത്ത് പോകുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് കാണാൻ പറ്റും. എനിക്കിവിടെ ഡ്രസ്സാണ് മാറിയ മെയിൻ പ്രശ്നം, വേറൊരു സംഭവമൊന്നുമില്ല. ഡ്രസ്സ് എനിക്ക് ഇനി ജനറേറ്റ് ആക്കാനായിട്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആക്കണം. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് നാളെ വന്നിട്ട് വീഡിയോ ക്രിയേറ്റ് ആക്കേണ്ടി വരും. സോ ഇത് കുഴപ്പമില്ല. അതിന് നമുക്ക് 3 ഡൗൺലോഡ് ചെയ്യാം. ദെൻ ഒരെണ്ണത്തിൽ നിന്ന് ഇറക്കി പിടിക്കുക. ഇവിടെ കാണാൻ പറ്റും 3 ഡോട്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 3 ഡോട്ട് കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് പ്രൊജക്റ്റ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ പ്രൊജക്റ്റ് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം എല്ലാം ഡൗൺലോഡ് ആവുന്നതായിരിക്കും. കാണിച്ചു ഓപ്പൺ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രാക്റ്റ് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ ഒരു വീഡിയോസ് എല്ലാം ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ 3 വീഡിയോസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ക്യാപ്കട്ടിൽ പോവുക, വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടിട്ട് വാ. അമ്മൂമ്മ പറഞ്ഞ ആ വാതില് ഇതന്നെയാണോ? ഇതിന് പിന്നിൽ എന്തായിരിക്കും? ഇത് എന്റെ പഴയ ഓർമ്മയാണോ? നീ എന്നെ
മറന്നുപോയോ? ഭാവിയെക്കുറിച്ച് പേടിക്കണ്ട, ഇന്നത്തെ ദിവസം ആസ്വദിക്കൂ. നന്ദി. സോ ഗൈസ്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വോയിസ് ചേഞ്ച് കാരണം വന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മുടെയൊക്കെ വോയിസ് കൊടുക്കാൻ പറ്റും. അതിനെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ അത്യാവശ്യം സെറ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് AI തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് എന്താണ് നല്ല ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബ്രാൻഡ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ ജിബിളി വീഡിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദിയിലും അതുപോലെ ഇംഗ്ലീഷിലും മാത്രമേ ഉള്ളൂ. മലയാളത്തിലൊക്കെ വളരെ കോമ്പറ്റീഷൻ കുറവാണ്. സോ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്സ് നമുക്ക് YT ക്രിയേറ്റ് വെച്ച് ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി 3-4 വീഡിയോ കിട്ടുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വീഡിയോസിനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൂൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ലാബ്സ്, ഗൂഗിൾ ജെമിനി പോലുള്ള ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വളരെ സിമ്പിളാണ്. ഇത്ര മാത്രമേ നമ്മുടെ വീഡിയോസും കാണാനൊക്കെ ഉള്ളൂ. എനിക്ക് തോന്നുന്ന വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഈ ജിബിലി വീഡിയോ ട്രെൻഡിങ് കാര്യങ്ങളൊക്കെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട മറക്കണ്ട. 2 ചാനൽ സബ്സ്ക്രൈബ് വെച്ചേക്കുക. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് വേണമെന്ന് കമൻറ്റ് ചെയ്യേണ്ട മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇതിലും മികച്ച അടുത്ത വീണ്ടും കാണാം. സീ യു ഗൈസ്.